ഇതാണോ നീ പറഞ്ഞ സ്ഥലം? ആ ഇതന്നെ, ഈ വഴി ഈ വഴി. ഒരു മിനിറ്റ്, ഞാൻ ഈ ഹെൽമെറ്റ് ഒന്ന് നോക്കിട്ടെ. ഈ കാടിന്റെ അപ്പുറത്തേ കുളമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. എന്നാ നമുക്ക് അവിടെ പോയി ചൂണ്ടാം. KL 753977. ഏയ്, ഇത് വിശാലിൻ്റെ വണ്ടിയാണല്ലോ. ഇവരെന്ത് ഈ നേരത്തെ ഇവിടെ? കൊറേ ഇവിടെ നടക്കണേ, എവിടെയുണ്ട കുളം? വിശാലേ, ഒന്ന് നേടാവിടെ. ഇത് നമ്മുടെ അമ്മലല്ലേ, ഇവനെന്ത് ഇവിടെ? നിങ്ങൾ എന്തിനാ ആ ഭാഗത്തേക്ക് പോണേ? ചൂണ്ടാനല്ലാണ്ട് പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? എടാ, ആ ഭാഗത്തേക്കൊന്നും പോവരുത്. ഈ കാട് കഴിഞ്ഞാൽ അവിടെ ഒരു അമ്പലാണ്. നിങ്ങൾ ഈ നിൽക്കണ വഴിയില്ലേ, മറ്റേ സംഭവം പോണ വഴിയാ. എന്താ കാര്യം പറയടാ. നീ കാര്യം പറയടാ. എടാ, വരത്തുപോക്കാ. അത് തേർവാഴ്ചന്നും പറയും. അത് കണ്ടവർക്ക് പല പ്രശ്നങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. എന്നാ നമുക്ക് ഇവിടെ നിൽക്കണ്ട, പോവാ. എല്ലാരും ഉണ്ടല്ലോ. എന്തുടോ പരിപാടി? വിഷ്ണുട്ടൻ ഇരിക്കി. ഞങ്ങളിവിടെ പ്രേതകഥയും യക്ഷിക്കഥയും പിന്നെ വരത്തുപോക്ക് അതിനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു ഇവിടെ. വരത്തുപോക്കാ? എന്തിനാ ചിരിക്കണത്? ആരും ചിരിക്കണ്ട, അവനറിയാത്ത കാര്യമല്ലേ ചോദിച്ചത്. സ്വാമിയേട്ടാ പറയട്ടാ, വരത്തുപോക്ക്? വരത്തുപോക്ക് എന്ന് പറഞ്ഞാലേ വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ വിശ്വസിച്ചു പോന്നിരുന്ന ഒരു ദൈവിക സങ്കല്പമാണ്. അങ്ങനെ ചില്ലറ സംഭവമല്ല, ഇതങ്ങനെ ചിരിച്ചു തള്ളേണ്ട ഒരു സംഭവമല്ല. ഇന്നും അത് പല നാടുകളിലും തുടർന്നു പോകുന്നുണ്ട്. പലരും കണ്ടവരുമുണ്ട്, പലരും ആ കഥ കേട്ടവരുമുണ്ട്. രാത്രി സമയങ്ങളിൽ ക്ഷേത്രത്തിൽ നിന്നും ദേവീദേവന്മാർ മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനെയാണ് വരുത്തുപോക്ക് എന്ന ആളുകൾ പറയാറുള്ളത്. പക്ഷെ പല സ്ഥലങ്ങളിലും പല കഥകളാണ്. വരുത്തുപോക്ക്, പോക്കുവരവ്, എതിർപോക്ക്, തീച്ചാമുണ്ടി എന്നിങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇതിനെയൊക്കെ മനസ്സിൽ വിശ്വാസമുള്ളവനും ഭയമുള്ളവനുമാണ് കാണാൻ കഴിയുക. ഒരു തീ പോലെ തോന്നാം, ഒരു തീപ്പന്തം ഒരാൾ കത്തിച്ചു പോകുന്ന പോലെയും തോന്നാം. അതിൻ്റെയൊക്കെ മുന്നിൽ ആരെങ്കിലും ചെന്നപ്പെടുകയോ കാണുകയൊക്കെ ചെയ്താൽ അയാൾക്ക് ശാരീരികമായും മാനസികമായും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചേക്കാം. ഒന്ന് നിർത്തി സ്വാമിയേട്ടാ, അല്ലെങ്കിൽ അവനക്ക് പേടിയാണ്. ഇനി പേടിപ്പിക്കല്ലോ അവന്. പേടി നിക്കേ ഉണ്ടാക്കിരണ, എനിക്ക് പേടിയാന്ന്. അല്ല വിഷ്ണു, നിനക്കെന്താ മനശ്ശേരി അമ്പലത്തിന്റെ അവിടെ നിന്ന് രാത്രി പോകാൻ പറ്റുമോ? അവിടെയുള്ള ഈ കഥകളൊക്കെ നടക്കുന്നത്. അതിനെന്താ, നമ്മക്കെന്ത് പേടി, നമ്മള് പോവും. എന്നാ ഇന്ന് രാത്രി വിഷ്ണു അവിടേക്ക് പോകുന്നു. അവന്റെ ധൈര്യം അവിടെ കാണിക്കുന്നു. ചിരിക്കണ്ട, നോക്കാലാ. അതേ, നമുക്ക് അവിടെ വരുന്ന പോയി നോക്കിയാലാ, സംഭവം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാലാ. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അബദ്ധമൊന്നും കാണിക്കരുത് കേട്ടോ. ഓക്കെ, ഞാൻ പോട്ടെ, കുറച്ച് പരിപാടിയുണ്ട്. എന്നാ ശരി, ഞാനും പോവാ. കാരണം നിങ്ങളെ പ്രേതൊന്നും പിടിക്കാതിരിക്കട്ടെ. ശരിട്ടാ. ഓ ശരി ശരി. അവനിത് വരുതാത്തത് പറയത്തവന, ചെറുകുറയുടെ ഗുരുത്വം കട്ടത്തവന, കലപ്പിലയുടെ പല കുറയുടെ മിഴിതുറയുടെ മനമുടയുടെ പല കാലം കാട്ടിയവന. പല പലം കൂടെ നടന്ന് മലമുകളിൽ അല്ല തിരയിൽ പല യാത്രയിൽ പല രീതിയിൽ കൂടെ നടന്ന് കൂട്ടുകൂടി സൂപ്പറായി കവിയായി പ്രാർത്ഥന യാതൊരു വേദന കണ്ടൊന്നായി നിന്ന് ശക്തിയായി ഉണർവായി ഞാൻ വന്നവനാ, അതവനാ എന്റെ കൂട്ടുകാരൻ.
ഇതല്ലേ വരത്തുപോക്ക് പോണ സ്ഥലം എന്നാ അവര് പറഞ്ഞത്? ആടത് എനിക്കറിയാടാ, ഇത് മറ്റേ കാവല്ലേ, പ്രേക്ഷക സ്ഥലം മോനെ. ഒന്ന് പോയടാ, ഇതൊക്കെ ആൾക്കാർ വെറുതെ പറയുന്നതാണ്. ഒരു പ്രേതമില്ല, ഒരു ഭൂതമില്ല. 12:30 വിഷ്ണു പോവാ, നമുക്ക് കൊറേ നേരമായി ഒന്ന് വിട്ടോടാ, ഞാനിത് വായോ, കഴിഞ്ഞിട്ട് വരാം. നമുക്കിപ്പോ പോവാ. ഇവിടെ ഒരു തേങ്ങ വരാം. വേണ്ടടാ, ഞാനിത് കണ്ടിട്ട് വരല്ലോ, നിങ്ങ പൊക്കോ. ശരി എന്നാ. ഞാൻ വിഷ്ണു, ഞാൻ നിന്നോട് ഒന്നും കൂടി ചോദിക്കിനി, നീ വരുന്നില്ല? ഇല്ലടാ, ഞാനില്ലടാ, നിങ്ങ വിട്ടോ. സമയത്രായ പാക ശബ്ദങ്ങളൊക്കെ കേൾക്കണ്ടല്ലോ ഇവിടെ നിന്ന്. അവന്മാരിട്ട് പൂഞ്ച അവന്മാരെപ്പാണ് പോയാ മതിയായിരുന്നു. കൊണ്ട് ചാടിട്ടിരുന്നു. ഇപ്പൊ എന്താ ചെയ്യാ? എവിടെയാണ് മോനെ? കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. എന്റെ അമ്മ പറഞ്ഞില്ല എനിക്ക് പനിയൊക്കെ. അത് ശരിയാണല്ലോ. പനിയായിരുന്നു 3 ആഴ്ച. വയ്യാതെ കിടപ്പിലായിരുന്നു. താനെന്നപ്പ എപ്പോഴാ പോന്നേ? തനിക്ക് എന്തിട്ടാണ് സംഭവിച്ചേ? ഒന്നും പറയണ്ടാ, രക്ഷപ്പെട്ട തലനാരഴിക്കുന്നു. അമ്മേരൊക്കെ ഒരു പ്രാർത്ഥനയുടെ ഫലം കേട്ടാവും. ഇവിടെ ദേവി മാത്രല്ല കേട്ടാ, മറ്റു ചിലതൊക്കെ ഉണ്ട്. നിങ്ങൾ പോയതിന് ശേഷേ ഞാൻ ഉറങ്ങിപ്പോയടാ. അതിന് ശേഷം ആരും കാണാ കാഴ്ചകൾ കേട്ടു ഒരു പഴങ്കഥകൾ തേടിയിറങ്ങിയ കഥകളെ കണ്ടു കണ്ടു അവൻ തിരുമുൻപിൽ എരിയും തീകോളം നീങ്ങും കൺപേലികളടയുന്നു.